വിളമന അമ്പലത്തട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സേവാ സമിതിയുടെ നേതൃത്വത്തിൽ 9ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം പുരോഗമിക്കുകയാണ്. മാർച്ച് 15 മുതൽ 22 വരെ നടക്കുന്ന സപ്താഹയജ്ഞത്തിന് ബ്രഹ്മശ്രീ മുളേരി രഞ്ജിത്ത് നമ്പൂതിരിപ്പാടാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. തുടർന്ന് മാർച്ച് 23 മുതൽ പ്രതിഷ്ഠാദിന മഹോത്സവം ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ നടത്തപ്പെടുമെന്നും ക്ഷേത്രം പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ, സെക്രട്ടറി പി വി മാധവൻ നായർ, ഖജാൻജി മനോജ് ചോടോൻ എന്നിവർ അറിയിച്ചു. അമ്പലത്തട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷത്തെ അതായത് 9ാമത് ഭാഗവത സപ്താഹയജ്ഞം മാർച്ച് 15 മുതൽ 22 വരെ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ മുളേരി രഞ്ജിത്ത് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും പാരായണത്തോടുകൂടിയും ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കപ്പെടുകയാണ്. ഭക്തജനങ്ങളുടെ സഹകരണത്താലും ജനങ്ങളുടെ സഹകരണത്തിലും നടത്തുന്ന ഈ സംരംഭത്തിന് മുഴുവൻ ആളുകളും അകമഴിഞ്ഞ സംഭാവനകൾ നൽകി ഇതിനെ വരവേറ്റ് കൈകോർത്തിരിക്കുകയാണ്. ഈ സംരംഭത്തിന്റെ വിജയം തന്നെ ജനങ്ങളുടെ കൈകളിലാണ്. അവരത് ഏറ്റെടുത്തിരിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ എന്തെല്ലാം ടെക്നോളജികൾ നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ പോലും പുരാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇതിന്റെ മഹത്വത്തെക്കുറിച്ച് ഇന്നും നാം ബോധവാനും അത് അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിത മൂല്യങ്ങൾ വളരുകയും അത് പിൻതലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടതായ ചടങ്ങുകൾ ഇത്തരത്തിലേക്കുള്ള ക്ഷേത്രങ്ങളെ ആസ്പദമാക്കിയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പുരാണങ്ങളിലേക്കും പാരായണം നമ്മൾ ഇന്ന് അന്യമായി പോകുന്നുണ്ടെങ്കിൽ പോലും ഏതാനും ചിലരെങ്കിലും ഇത്തരം സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഭാരത സംസ്കാരത്തിന് അത് അത്യന്തം പ്രചോദനപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഭഗവത് കടാക്ഷം വേണ്ടുവോളമുണ്ട്. എന്ത് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനകൾ അനുസരിച്ച് ഫലം സിദ്ധിക്കുന്ന ഒരു ദേവനാണ് ഇവിടെ ഇരിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെക്കുറിച്ച് 7 ദിവസങ്ങളിലായി നന്നായി പ്രതിപാദിക്കുന്നതിനും അദ്ദേഹത്തിന്റെ മറ്റു മഹാത്മ്യങ്ങൾ പറഞ്ഞു തരുന്നതിനും ആചാര്യൻ നിങ്ങളോട് സംസാരിക്കും. ശ്രീമദ് ഭാഗവതം പുരാണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരമുള്ള ഒരു പുരാണമാണ്. നമുക്ക് 18 പുരാണങ്ങളാണ് ഉള്ളത്. ഈ പുരാണങ്ങളിലൂടെ ഒക്കെ തന്നെ വേദത്തിന്റെ താല്പര്യങ്ങൾ ലളിതമായ കഥകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇതാണ് ഉദ്ദേശ്യം. വേദവ്യാസ മഹർഷിയാണ് 18 പുരാണങ്ങളുടെയും രചയിതാവ്. അങ്ങനെയുള്ള 18 പുരാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശ്രീമദ് ഭാഗവതം. അത് 7 ദിവസങ്ങൾ കൊണ്ട് പാരായണം ചെയ്യുകയും പ്രഭാഷണം നടത്തുകയുമാണ് സപ്താഹയജ്ഞം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 7 ദിവസങ്ങളിലായി ശ്രീമദ് ഭാഗവതത്തിൻ്റെ ശ്രവണം നമ്മുടെ ജീവിതത്തെ ഭക്തിയുടെ ആധ്യാത്മികതയുടെ ഒരു പുതിയ ലോകത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തും. നാം അനുഭവിക്കുന്ന പല ദുഃഖങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ, നിസ്സാരമായി ഇതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരു കരുത്ത് നൽകുന്നതിന് ഭാഗവതം വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ്, സഹായിക്കുന്ന ഒന്നാണ്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അമ്പലത്തട്ട് വിളമന ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ തവണ സപ്താഹയജ്ഞം നടത്താൻ എനിക്ക് ഭാഗ്യം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ പ്രദേശത്തുള്ള എല്ലാ ഭക്തജനങ്ങളും, ഇന്നിപ്പോൾ കൃഷ്ണാവതാരമാണ്, നാളെ സ്വയംവരമാണ്, അടുത്ത ദിവസം കുചേലവൃത്തമാണ്, ഞായറാഴ്ച ഉച്ചയോടെ ഇത് സമാപനം കുറിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ഭക്തജനങ്ങളും എല്ലാ അർത്ഥത്തിലും ഇതിൽ പങ്കുചേർന്ന് ആധ്യാത്മികമായും ഭക്തിയുടേതായ ഒരു പശ്ചാത്തലത്തിലും കൂടുതൽ ഉയരത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പങ്കെടുത്ത് ധന്യരായി തീരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരു പ്രാർത്ഥന ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. സജ്ജനങ്ങളായ ഭക്തജനങ്ങളെ കൂടുതലായി സപ്താഹയജ്ഞത്തിലേക്ക് സാദരം ക്ഷണിക്കുന്നു. വളരെ വളരെ സന്തോഷം.